ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുട്ടയുടെ ആരോഗ്യ പ്രാധാന്യത്തെ കുറിച്ചാണ്. മുട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 മുട്ടകളാണ് താറാമുട്ട, കാടമുട്ട, കോഴിമുട്ട. ഈ മുട്ടകളിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം കിട്ടുന്നത് ഏത് മുട്ട കഴിക്കുമ്പോഴാണ്. അതുപോലെ ദിവസേന മുട്ട കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് കാടമുട്ടയെ കുറിച്ച് തന്നെ പറയാം. കാടമുട്ട എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ചെറിയൊരു മുട്ടയാണ്. നമ്മൾ താറാമുട്ടയും കോഴിമുട്ടയും അപേക്ഷിച്ച് ഒരു 5 ഇരട്ടി വലിപ്പക്കുറവ് തന്നെ കാടമുട്ടയ്ക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൈസ, അതിന്റെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാടമുട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1000 കോഴിമുട്ടയ്ക്ക് സമമാണ് ഒരു കാടമുട്ട എന്നാണ് നമ്മൾ പഴഞ്ചൊല്ലിലൊക്കെ കേൾക്കാറുള്ളത്. ഇത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കതിന്റെ ഒരു പ്രോട്ടീന്റെ അളവ് നോക്കുകയാണെങ്കിൽ നമുക്കതില് അതിന്റെ മുട്ടയുടെ മഞ്ഞയിലും വെള്ളയിലും ഏകദേശം 1 ഗ്രാം തന്നെയാണ് അതിന്റെ പ്രോട്ടീന്റെ അളവ് വരുന്നത്. ഈക്വൽ എമൗണ്ടിലാണ് അതിന്റെ പ്രോട്ടീൻ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം ബൈബിളിലും ഖുറാനിലും ഒക്കെ പക്ഷികളെ കുറിച്ചും കാടമുട്ടയെ കുറിച്ചൊക്കെ ഒരുപാട് പറയാറുണ്ട്. അതിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഒരു വിഭവം തന്നെയാണ്. പിന്നെ ഇപ്പോ 1985 കാലഘട്ടത്തിലാണ് നമുക്ക് ഈ കാടമുട്ട ഒരുപാടായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഇതിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കൂടുതലായിട്ട് കാടമുട്ട അല്ലെങ്കിൽ കാടമുട്ട കൃഷി ചെയ്യാനോ കാടകളെ വളർത്താനും അതിൽ നിന്ന് മുട്ട ശേഖരിക്കാനോ ഒക്കെ തുടങ്ങിയത്. അപ്പോ ഈ ഒരു സാധാരണ ഒരു കോഴിമുട്ടേനെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു വളരെയധികം വലിപ്പം കുറവാണ്. അപ്പൊ സാധാരണ കോഴിമുട്ട പറയുകയാണെങ്കിൽ ഒരു 50 ഗ്രാം നമുക്ക് കോഴിമുട്ടയുടെ വലിപ്പം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 9 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമുക്ക് കോഴിമുട്ടേനേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ നമ്മളൊരു 1 to 3 മുട്ട നമ്മൾ കാടമുട്ട എടുത്താൽ മാത്രമേ നമുക്ക് കോഴിമുട്ടയുടെ അത്ര നമുക്ക് അതിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആയാലും ഫാറ്റ് ആയാലും അതുപോലെ തന്നെ വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും എല്ലാം കിട്ടുകയുള്ളൂ. അപ്പൊ അത് ഒരു മുട്ടയും നമുക്ക് ഒരു കോഴിമുട്ടയും ഒരു കാടമുട്ടയും ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ന്യൂട്രിയൻസിനെ നമുക്കൊന്ന് താരതമ്യ പഠനം നടത്താം. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ നമുക്ക് കോഴിമുട്ട പറയുകയാണെങ്കിൽ കോഴിമുട്ടയിൽ നമുക്ക് ആൽബുമിൻ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, ചെറിയ തോതിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. മിനറൽസിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ബിയുടെ പല വെറൈറ്റീസ്, കോംപ്ലക്സ് ആയിട്ടുള്ള വെറൈറ്റീസ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് കാടമുട്ടയിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാടമുട്ടയില് കോഴിമുട്ടയിലെ അപേക്ഷിച്ച് വൈറ്റമിൻസ്, മിനറൽസ് ഇതിന്റെ അളവ് വളരെ കൂടുതലാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി. ഓക്കെ, പിന്നെ വൈറ്റമിൻ B12 ആയാലും വൈറ്റമിൻ ഡി, അയൺ ഇതൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ സെലീനിയത്തിന്റെ അളവ്, സെലീനിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഊർജ്ജദായകമാണ്. സെലീനിയം എന്ന് പറയുന്ന മൂലകം ഒരുപാട് നമുക്ക് ഊർജ്ജത്തിന് എനർജി ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതേപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് സെലീനിയം. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രവർത്തനം, അപ്പോൾ സെലീനിയത്തിന്റെ ആ ഒരു അളവ് നമുക്ക് കാടമുട്ടയിൽ ഏറ്റവും കൂടുതലാണ് ഉള്ളത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ കോഴിമുട്ടയെ അപേക്ഷിച്ച്. ഓക്കെ, അതേപോലെ തന്നെ ഫോസ്ഫറസ് വളരെ കൂടുതലാണ്. എല്ലുകളുടെ ബലമൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഫോസ്ഫറസ് ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലായിട്ട് നമ്മുടെ കാടമുട്ടയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ് കുറച്ചും കൂടി കൂടുതൽ കാടമുട്ടയിൽ നമുക്ക് കോഴിമുട്ടേനെ അപേക്ഷിച്ച് ഉള്ളതായിട്ട് പറയേണ്ടി വരും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിന്റെ കാര്യം കൂടിയും പറയാം. ഇപ്പൊ കൊളസ്ട്രോൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോഴിമുട്ട എന്ന് പറയുന്നത് ഏകദേശം 50 ഗ്രാമാണ്. അപ്പൊ 50 ഗ്രാം കോഴിമുട്ടയിൽ തീർച്ചയായിട്ടും ഒരു 200 തൊട്ട് ഒരു 215 ഗ്രാം മില്ലിഗ്രാമെങ്കിലും കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമുക്കൊരു കാടമുട്ടയിലേക്ക് വരികയാണെങ്കിൽ കാടമുട്ട ഒരു 9 ഗ്രാം ആണ് ഉള്ളത് അല്ലെ. പക്ഷെ നമ്മൾ ഈ 9 ഗ്രാം പറയാതെ നമ്മൾ അത്ര തന്നെ, അതായത് 50 ഗ്രാം തന്നെ കാടമുട്ട നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് 1, 2, 3 അല്ലെങ്കിൽ 4 നമ്മൾ കാടമുട്ട ഇതിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 400 തൊട്ട് 415 ഗ്രാം കൊളസ്ട്രോൾ ഏതിലടങ്ങിയതായിട്ട് കാണും? കാടമുട്ടയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാടമുട്ട കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യായാമത്തിന് പ്രാധാന്യമുണ്ട്. അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാടമുട്ട. കാരണം
കാരണം എന്താണെന്ന് വെച്ചാല് തീർച്ചയായിട്ടും ഒരു കളിക്കുന്ന കുട്ടികളാണ്, ഒരുപാട് എനർജി ലൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വ്യായാമത്തിലൂടെ, ഓടി കളിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കാടമുട്ട കഴിക്കുന്നതിലൂടെ ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലീനിയം, അയൺ, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. കാടമുട്ടയാണ് കുട്ടികൾക്ക് കുറച്ചും കൂടിയും കോഴിമുട്ടേനേക്കാളും താറാമുട്ടേനേക്കാളൊക്കെ നല്ലത്. ഓക്കെ, ഇനി നമുക്ക് മഞ്ഞ, അതിന്റെ കൃത്യമായിട്ട് അതിന്റെ മഞ്ഞയിലേക്ക് കടക്കുകയാണെങ്കിൽ 2 ടൈപ്പ് മഞ്ഞയാണുള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്. അപ്പൊ അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമുക്ക് എനർജി ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മഞ്ഞ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഈ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ കഴിക്കുന്നത് കൊണ്ട്, ഈവൻ നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും വരില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വരുന്നൊരു സംശയമാണ്, നമുക്ക് പൈൽസിനൊക്കെ താറാമുട്ട യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ താറാമുട്ട കഴിക്കുന്നതാണ് പൈൽസിന് നല്ലതെന്ന് പലരും പറയാറുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ, പ്രത്യേകിച്ച് പഥ്യത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് കോഴിമുട്ട ഒഴിവാക്കണം, താറാമുട്ട കഴിക്കാമെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് താറാമുട്ട എന്ന് പറയുന്നത് തണുപ്പാണ്, അതായത് നമ്മുടെ ശരീരത്തിന് തണുപ്പാണ് താറാമുട്ട എന്ന് പറയുന്നത്. കോഴിമുട്ട എന്ന് പറയുന്നത് ചൂടാണ്, അതായത് ഡൈജഷന് ശേഷം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത് പറയുന്നത്. അപ്പൊ ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പൈൽസ് നല്ല രീതിയിൽ കൂടാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് താറാമുട്ട കഴിക്കണം, കോഴിമുട്ട കഴിക്കരുതെന്ന് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് പഥ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് താറാമുട്ടയെ വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കോഴിമുട്ട. താറാമുട്ടയും കോഴിമുട്ടയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു വെള്ളയിലുള്ള വ്യത്യാസമാണ്. വെള്ളയിൽ ഒരു ചെറിയൊരു മഞ്ഞ കളറ് എന്തിനുണ്ടാകും? കോഴിമുട്ടയുടെ വെള്ളയ്ക്ക് ഉണ്ടാകും. പക്ഷെ താറാമുട്ടയുടെ വെള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയും, കംപ്ലീറ്റ്ലി വൈറ്റിഷ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഈ താറാമുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. കാരണം ഇതിൽ ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയത് കൊണ്ട് കൊളസ്ട്രോളിന്റെ അളവ് കമ്പാരിറ്റീവ്ലി, ഇപ്പൊ കോഴിമുട്ടയെ അപേക്ഷിച്ച് കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് കൂടുതലാണ് ഇതില് താറാമുട്ടയില്. അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ഒരിക്കലും നമ്മൾ താറാമുട്ട കഴിക്കരുത്, കാരണം അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ മസിൽ ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, തടി കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും താറാമുട്ട ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ പ്രോട്ടീൻ കൂട്ടാനൊക്കെ നമുക്ക് ഇത് താറാമുട്ടയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വ്യായാമം ചെയ്യാതെ നമുക്ക് എത്ര മുട്ട ദിവസേന കഴിക്കാം? നിങ്ങൾ വ്യായാമം ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മഞ്ഞ കഴിക്കരുത്. മഞ്ഞ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ കൊളസ്ട്രോൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ള കഴിക്കാം, നിങ്ങൾക്ക് 2-3 എണ്ണമൊക്കെ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് കഴിക്കാം. മഞ്ഞ കഴിക്കുന്നത് വളരെ കുറയ്ക്കുക, അതായത് 1-2 ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പം വരില്ല, പക്ഷെ പരമാവധി കുറയ്ക്കുക. വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വീക്കിൽ നിങ്ങൾക്ക് 7 മുട്ട വെള്ളയോടും മഞ്ഞയോടും കൂടിയുള്ള മുട്ട നിങ്ങൾക്ക് കഴിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, 7 കോഴിമുട്ട വരെ കഴിക്കാവുന്നതാണ്. അതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് 1 കാടമുട്ട കഴിക്കാവുന്നതാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും വരില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കോഴിമുട്ടയാണോ കാടമുട്ടയാണോ താറാമുട്ടയാണോ ബെനിഫിഷ്യൽ എന്ന് മനസ്സിലാക്കുക. ഓരോ അവസ്ഥകൾക്കനുസരിച്ചാണ് ഓരോന്നും ബെനിഫിഷ്യൽ ആവുന്നത്. ചെറിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കാടമുട്ടയായിരിക്കും ഏറ്റവും ഫലപ്രദം എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മസിൽ ബൂസ്റ്റിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് താറാമുട്ടയായിരിക്കും. കോഴിമുട്ട നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, പക്ഷെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുഴുവനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിലും നമ്മൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദ കൺസൾട്ടേഷൻസ് ലഭ്യമാണ് കേട്ടോ. അപ്പോ താങ്ക് യു. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.